الحمد لله الكبير المتعال الذي خضعت له الرقاب وذلت الجبابر وعنت الوجوه وقهر كل شيء ودانت له الخلائق. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الله الذي تواضعت الخلائق لعظمة جلاله وكبريائه وعظمته وعلوه وقدرته الأشياء. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم اعطنا الإخلاص وازدد إيماننا يا رب العالمين. രാധമേരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദ് കൂടിയായ അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി സുബ്ഹാനഹു വല അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന. നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്വമായി കാണുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അയ്യാമുൽ അശ്റിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അമലുസ്വാലിഹാത്ത് ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അയ്യാമുൽ അശ്ർ കടന്നു വന്നു കഴിഞ്ഞാൽ ഫഅക്തിറു ഫീഹിന്ന
മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അയ്യാമുൽ അശ്റായി കഴിഞ്ഞാൽ നിങ്ങൾ തഹ്ലീലും തഹ്മീദും തക്ബീറും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രത്യേകം അരുൾ ചെയ്തതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉബൂദിയത്തും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ആരംഭിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു അക്ബറിലൂടെയാണ്. നിസ്കാരം വീട്ടുന്നത് സലാമിലൂടെ നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തക്ബീറുകൾ വരുന്നുണ്ട്. റുക്കൂയിലേക്ക് പോകുമ്പോൾ തക്ബീർ വരുന്നുണ്ട്, സുജൂദിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തക്ബീർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ബീർ ചൊല്ലാൻ പ്രത്യേകം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരത്തിലൊക്കെ റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒക്കെ ചെല്ലാനുള്ള അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടില്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് വരെ ചെയ്യണം. അത്രയും പ്രാധാന്യമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ രണ്ട് വാചകങ്ങൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു അക്ബർ എന്ന വാക്ക്, അല്ലാഹു അക്ബർ ആകുന്നു എന്ന വാക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, അത് ഉബൂദിയത്തിന്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അങ്ങേയറ്റം വിനയത്തിന്റെ, തായ്മയുടെ, ദുല്ലിന്റെ, ഖുദൂഇന്റെ, അടിമത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ വാചകങ്ങളാകുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു എന്നുള്ളത്. എന്നിട്ട് പണ്ഡിതന്മാർ ആ ആയത്തിനെ, ആ തക്ബീറിനെ വിശദീകരിക്കുന്നുണ്ട്. അത്തക്ബീറു ഹുവ തഅലീമു റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തലാണ് തക്ബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വഇഅ്തിഖാദ്, അതേപോലെ തന്നെ അന്നഹു ലാ ഷൈ, തക്ബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തലാണ്. എന്നിട്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വഇഅ്തിഖാദു അന്നഹു ലാ ഷൈഅ, വിശ്വസിക്കൽ കൂടിയാണ്. ലാ ഷൈഅ അക്ബർ, ഒരു ഷൈഉമില്ല, ദുനിയാവിൽ ഒരു വസ്തുവുമില്ല, അക്ബർ ഏറ്റവും വലുതായിക്കൊണ്ട്, വല അഅ്ളം ഏറ്റവും മഹത്വമായിക്കൊണ്ട്, ഫയസ്ഹറൂന ജലാലഹു കുല്ല കബീരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരാളും വലുതല്ല. അല്ലാഹുവാണ് എല്ലാത്തിനേക്കാളും, എല്ലാ വസ്തുവിനേക്കാളും, എല്ലാ സൃഷ്ടിചരാചരങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവൻ എന്ന് പഠിപ്പിക്കലാണ് ഓരോ അല്ലാഹു അക്ബറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ 5 നേരവും ബാങ്ക് കേൾക്കാറുണ്ട്. ബാങ്ക് തുടങ്ങൽ തന്നെ തക്ബീറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമ്മളെ പഠിപ്പിച്ചു. അതിലൂടെ അള്ളാഹു പഠിപ്പിച്ചിരുന്നത് ഉബൂദിയത്തിന്റെ, തായ്മയുടെ, വിനയത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ഓരോ 5 നേരവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അതിനൊരു മറുവശമുണ്ട്, അള്ളാഹു അല്ലാത്തതൊക്കെ വലിയവനല്ല, എല്ലാം ചെറുതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം ദുർബലമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമുക്ക് വളരെ ചെറുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കയറ്റം കയറുമ്പോൾ, അഥവാ ഒരു കയറ്റത്തിൽ ഇങ്ങനെ കയറിക്കൊണ്ട്, ഒരു വാഹനം ആയിക്കോട്ടെ, നമ്മൾ നടന്ന് ഒരു കയറ്റം കയറുമ്പോൾ പ്രത്യേകം ചൊല്ലാൻ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്, അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, എന്തുകൊണ്ടായിരിക്കും കയറ്റം കയറുമ്പോൾ ഒരുപാട് ദിക്റുകളുണ്ട്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളത്? അതിന്റെ കാരണമായിക്കൊണ്ട്, ഹേതുവായിക്കൊണ്ട് ഉലമാക്കൾ പറയുകയാണ്, കയറ്റം കയറുമ്പോൾ നമ്മൾ ഉന്നതിയിലേക്കാണ് കയറുന്നത്. ആ സമയത്തെങ്ങാനും നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു മൂലക്ക്, ഏതെങ്കിലും ഒരു നിലക്ക് നമ്മളെങ്ങാനും, ഞാനിങ്ങനെ കയറുമ്പോൾ ഞാനൊരു വലിയവനാണ് എന്നൊക്കെ അതിൻ്റെ കൂടെ ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞാലും, അങ്ങനെ ഒരു ആശയമാണ് അല്ലാഹു അക്ബർ നൽകുന്നത്. ഞാൻ എത്ര ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ ദുർബലനാണ്, ഞാൻ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ സ്വഗീറാണ്, ചെറുതാണ് എന്ന ബോധ്യം നൽകാനാണ്. അള്ളാഹുവാണ്, ഞാൻ എത്ര ഉന്നതിയിലെത്തിക്കഴിഞ്ഞാലും അള്ളാഹ് തന്നെയാണ് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനം, എന്ന ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കയറ്റം കയറുമ്പോൾ തക്ബീർ ചൊല്ലാൻ പഠിപ്പിച്ചതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഖുദൂ ജുന്നതക്കും, നിങ്ങൾ നിങ്ങളുടെ പരിചയം സ്വീകരിച്ചു കൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് കേട്ട സമയത്ത് സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലല്ലാഹ്, ഖാലു യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, മിൻ അദുവിൻ ഹളറ, ഹാളിറായിട്ടുള്ള, സന്നിഹിതമായിട്ടുള്ള ശത്രുവിനെ തൊട്ടാണോ ഞങ്ങൾ പരിചയം സ്വീകരിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ലാ, അല്ല, വലാകിൻ ഖുദൂ ജിന്നതകും മിനൻ നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ
കാത്തുകൊള്ളുക, അതിൽ നിന്ന് നിങ്ങളൊരു പരിചയ സ്വീകരിച്ചു കൊള്ളുക. വഖൂലു സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഏത് പരിചയമാണ് സ്വീകരിക്കേണ്ടത്, എന്ത് പരിചയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുകൂടി അള്ളാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖൂലു സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറയുവിൻ, നിങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അൽഹംദുലില്ലാഹ് പറയാ. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക. വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊള്ളുക. ഫഇന്നഹുന്ന, കാരണം ഈ ദിക്റുകളൊക്കെ യഅതീന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നതാണ്. മുഖദ്ദിമാത്തുൻ വ മുഅഖിറാത്തുൻ വ മുൻജിയാത്തുൻ, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാരണക്കാരായിക്കൊണ്ട്, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാരണക്കാരായിക്കൊണ്ട് ഈ ദിക്റുകളൊക്കെ യഅതീന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശുപാർശകരായിക്കൊണ്ട്, നിങ്ങൾക്ക് ശഫാഅത്ത് നൽകുവാൻ വേണ്ടി, നിങ്ങളെ നരകത്തിൽ നിന്ന് പരിചയായി നിങ്ങളെ കാക്കുവാൻ വേണ്ടിയിട്ട് ഈ ദിക്റുകളൊക്കെ നാളെ കടന്നു വരുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ തുടരുകയാണ്, കുന്ന അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. സൂറത്തുൽ കഹ്ഫിൽ നിന്നും നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പേജിന്റെ തുടക്കം തന്നെ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നുള്ളതാണ്, ബാക്കിയാവുന്ന സൽക്കർമ്മങ്ങൾ. അത് ഏതൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റുകളെ പറ്റി പറയുകയാണ്. കുന്ന അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ഇവകൾ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാക്കിയാവുന്ന ജാരിയായ സ്വതക്കകളാകുന്നു, ബാക്കിയാവുന്ന സ്വാലിഹാത്തുകളാകുന്നു, സൽക്കർമ്മങ്ങളാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. ഈ അയ്യാമുൽ അശ്റിനെ പറ്റി പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമുക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. റമദാനാവുമ്പോൾ നമ്മളൊക്കെ മാനസികമായിക്കൊണ്ട് നമ്മൾ തയ്യാറാവും. ഒന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന, പ്രതിഫലേച്ഛയുള്ള സമയമാണ് റമദാൻ എന്നുള്ളത്. നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കലി തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. അതേസമയം പണ്ഡിതന്മാർ അത് പറയുകയാണ്, ദുൽഹിജ്ജയുടെ അയ്യാമുൽ അശ്ർ ഒരുപാട് മഹത്വമുണ്ടെങ്കിലും പലരും, ഭൂരിഭാഗം ആളുകളും അതിനെ തൊട്ട് അശ്രദ്ധരാണ് എന്നുള്ളതാണ്. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അന്നൽ ഇബാദത ഫീ ഔഖാത്തിൽ ഗഫല, ഗഫലത്തിന്റെ സമയത്ത് ആളുകളൊക്കെ ഭൂരിഭാഗം അശ്രദ്ധരായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മാത്രം ഈ കാര്യങ്ങൾക്ക് കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കുമ്പോൾ, അന്നൽ ഇബാദത്തുകൾ ഫീ ഔഖാത്തിൽ ഗഫല, ആളുകൾ അശ്രദ്ധരായിരിക്കെ ചെയ്യുന്ന ഇബാദത്തുകൾ ഫാദിലത്തുൻ മിൻ ഗൈരിഹാ, മറ്റ് ഇബാദത്തുകളെക്കാളും മറ്റ് സമയത്തില്ലാത്തൊരു മഹത്വം അതിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ് ഇപ്പൊ ചെല്ലുമ്പോൾ രണ്ട് മഹത്വമുണ്ട് അതിന്. ഒന്ന് ഈ അയ്യാമുൽ അശ്റിൽ ചെല്ലുന്നതിന്റെ മഹത്വം, രണ്ടാമത്തൊന്ന് ആളുകളൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും അശ്രദ്ധരാണ്, ഇപ്പോഴും തക്ബീർ ചൊല്ലുന്നതിൽ ആളുകൾ പിന്നിലാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടൊക്കെ ഉദ്ധരിക്കുന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അയ്യാമുൽ അശ്ർ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങാടികളിലേക്ക് ഇറങ്ങുമായിരുന്നു തക്ബീർ ധ്വനികളുമായി എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ തക്ബീർ കേൾക്കുമ്പോൾ അങ്ങാടികളിലുള്ള എല്ലാവരും അവരുടെ കൂടെ അത് കേട്ടതിന് ശേഷം അവരൊക്കെ തക്ബീർ മുഴക്കും. അങ്ങനെ അങ്ങാടി മുഴുവൻ ഒരു മുഴക്കമുണ്ടായിരുന്നു, തക്ബീറിന്റെ മുഴക്കം എന്നുള്ളതാണ്. അവർ ധാരാളമായി വർദ്ധിപ്പിക്കുമായിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ദിക്റുകളിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്നത് തക്ബീറും തഹ്ലീലുമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തക്ബീർ സാധാരണ സമയത്ത് നമ്മൾ ചെല്ലാറുള്ള അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. പക്ഷെ അയ്യാമുൽ അശ്ർ ആയി കഴിഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, പ്രത്യേകം സുന്നത്താണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മളൊക്കെ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അല്ലെ പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെല്ലാറുണ്ട്. പക്ഷെ ബലി പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം, ഈദുൽ അദ്ഹയെ സംബന്ധിച്ചിടത്തോളം, ദുൽഹിജ്ജ അയ്യാമുൽ അശ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ നമ്മൾ ധാരാളമായി കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചെല്ലേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഫഅക്തിറൂ ഫീഹിന്ന അത്തഹ്മീദ, നിങ്ങൾ ഹംദ് അധികരിപ്പിക്കണേ, നിങ്ങൾ തഹ്ലീൽ അധികരിപ്പിക്കണേ, തക്ബീർ അധികരിപ്പിക്കണേ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ അല്ലാഹു അക്ബർ ഉണ്ട്, വലില്ലാഹിൽ ഹംദ്, ഇതിൽ അൽഹംദുലില്ലാഹ് ഉണ്ട്, ഹംദ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി തഹ്ലീലും അടങ്ങിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മൂന്ന് സുന്നത്തുകളും ഒരുമിച്ചെടുക്കാൻ ഈ ദിക്റുകൾ നമ്മൾ ധാരാളമായി കൊണ്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒറ്റക്കൊക്കെ നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ചെല്ലാറുള്ള
മറ്റു പല ദിക്റുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ദിക്റുകൾക്ക് ഓരോ ദിക്റിനും അതിൻ്റെതായ സമയമെത്തുമ്പോൾ ശ്രേഷ്ഠത കൂടുമെന്നുള്ളതാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് ഈ ദിക്റുകൾക്കാണ്. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ടുള്ള നമ്മളൊക്കെ പെരുന്നാളാവുമ്പോൾ ചെല്ലാറുള്ള ഈ ദിക്റിനെയാണ് നമ്മൾ കൂടുതൽ സ്ഥാനം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വകബ്ബിർഹു തക്ബീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ തക്ബീർ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അതിന്റെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലാഹു കബ്ബിരുഹു തക്ബീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീർ ചൊല്ലൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതോടുകൂടി അതിന്റെ ആശയം ഇങ്ങനെയാണ്, നീ വിശ്വസിച്ചു കൊള്ളുക, ഫീ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ നീ വിശ്വാസം ഉറപ്പിച്ചു കൊള്ളുക, അന്നല്ലാഹ അക്ബറു മിൻ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനേക്കാളും വലുതാണ്, വ അന്ന ലഹുൽ കിബ്രിയാഉ, അവനുള്ളതാണ് കിബ്രിയാ, ഫിസ് സമാവാതി വൽ അർദ്, എല്ലാത്തിനേക്കാളും എല്ലാത്തിന്റെയും മുകളിലുള്ള ആധിപത്യം, എല്ലാത്തിനേക്കാളും വലുത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഉയർച്ച എന്നുള്ളത്, ഉന്നതി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള സിഫത്താണ്. അല്ലാഹു അൽ അലിയാണ്, ഏറ്റവും ഉന്നതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ വ സിഫാത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവാണ് എല്ലാത്തിനേക്കാളും ഉന്നതൻ, അല്ലാഹുവാണ് എല്ലാത്തിനേക്കാളും ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തക്ബീറിന് ഈ അശ്റിൽ നമ്മൾ ധാരാളം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഈ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒന്നാമത്തെ പാഠം എന്നുള്ളത് ഉബൂദിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ കീഴൊതുങ്ങുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ റസൂലുള്ളാഹിയുടെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് ഒരാൾ ഇങ്ങനെ പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മനിൽ ഖായിൽ, അതാരാ പറഞ്ഞത്? അൽ കലിമത്ത് കദാ വ കദാ, ഇപ്പൊ പറഞ്ഞ ഇതുപോലുള്ള കലിമത്തുണ്ടല്ലോ, ഇതാരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇന്നാലിന്ന വ്യക്തിയാണ്. ഖാല റജുലുൻ മിനൽ ഖൗം, ഇന്നാലിന്ന വ്യക്തിയാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയായി കൊണ്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. ആ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാനാണ് ചൊല്ലിയത്. അതിന് മറുപടിയായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അജിബ്തു ലഹ, ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഫുതിഹത് ലഹ അബ്വാബുസ് സമാ, ആ ദിക്റിന് വേണ്ടി ആകാശങ്ങളിലെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. വൽഹംദുലില്ലാ ബഖ് ലിഖംസിൻ മാ അസ്തലഹുന്ന ഫിൽ മീസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്ത് തുലാസിലെ ഏറ്റവും കനം തൂങ്ങുന്ന ദിക്റുകളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ചിരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ. ദുൽഹിജ്ജയുടെ ഭാഗമായിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ ചെല്ലുന്നതോടുകൂടി മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ദിക്റുകൾ നമുക്ക് സമ്പാദിക്കാനാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പഠിപ്പിച്ച, പ്രത്യേകം ചെല്ലാനായിക്കൊണ്ട് ദുൽഹിജ്ജയിൽ പ്രത്യേകം ചെല്ലാനായിക്കൊണ്ട് പ്രേരിപ്പിച്ച ദിക്റ് ചെല്ലുന്നതോടുകൂടി അങ്ങനെയുള്ള രണ്ടാമതൊരു സുന്നത്ത് കൂടി നമ്മുടെ ജീവിതത്തിൽ വരും. മൂന്നാമതായിക്കൊണ്ട് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അതിനൊരുപാട് മഹത്വമാണ്. നമ്മുടെ ചിന്തയിൽ നമുക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറമുള്ള മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ വ സിഫാത്തുകൾ എന്നുള്ളത്, അല്ലാഹുവിന് വരുന്ന 99-ലേറെ നാമങ്ങൾ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്വമാണ്. അല്ലാഹുവെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, അല്ലാഹുവെ വാഴ്ത്തുക എന്നുള്ളത് ഒരു അടിമ ചെയ്യുന്ന ഏറ്റവും മുന്തിയ കർമ്മമാണ്, ഏറ്റവും ഉന്നതമായ കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ ഉബൂദിയത്തിന്റെ, താഴ്മയുടെ, അടിമത്വത്തിന്റെ, വിനയത്തിന്റെ ഏറ്റവും ഉദാത്തമായ വാചകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ബാങ്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരണം, ഞാനൊന്നുമല്ല. പൊതുവെ പല രീതിയിലാണ് ആളുകൾക്ക് അതിനുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ശരിക്കും മറുപടി നൽകുകയാണ്. പല രീതിയിലാണ് നമ്മുടെ ഉള്ളിൽ കിബിർ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കിബിറിന് നമുക്കാർക്കും അർഹതയില്ല. കാരണം ഇതൊന്നും നമ്മുടേതല്ല, നമുക്കൊന്നും സ്വന്തമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ കിബിരിയാഇന് നമുക്ക് അർഹതയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ കിബിരിയാഉ ഇസാരി റിദാഇ, എന്റെ തട്ടമാകുന്നു കിബിർ, അഹങ്കാരമുള്ള എന്നുള്ളത് എന്റേതാണ്, അത് നിങ്ങൾക്കാർക്കും അർഹതയില്ല, അത് എനിക്ക് മാത്രമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്നുമല്ല, നമ്മളൊന്നുമല്ല എന്നുള്ളതാണ്. അഥവാ പല ആളുകൾക്കും പല രീതിയിലാണ്. ഒരുപാട് സമ്പത്ത് കിട്ടുമ്പോൾ
നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുള്ള ശൈത്താനിയത്ത് എന്നുള്ളത് ഇതൊക്കെ ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഞാനൊക്കെ ഒരുപാട് ഉന്നതിയിലെത്തിപ്പോയി, ഞാൻ ബാക്കിയുള്ളവനെ പോലെ ഒന്നല്ല, ഞാൻ കുറച്ച് ഒരു ഉന്നത ലെവലിലുള്ള ഒരാളാണ് എന്നിങ്ങനെ ചിന്ത വരുമ്പോൾ അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഞാനൊന്നുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതിയിലുള്ളവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഞാനൊന്നുമല്ല, ഞാനൊക്കെ അബാദിലകളാണ്, ഞാനൊക്കെ അബ്ദുള്ളമാരാണ്, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും വിനയാന്വിതന്മാരായ അടിമകൾ മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യാൻ വിധിച്ച അടിമകൾ മാത്രമാണ് എന്ന തായ്മയുടെ, വിനയത്തിന്റെ, ഖുദൂഇന്റെ, ദുല്ലിന്റെ, കീഴ്പ്പെടലിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ആവർത്തിച്ചു വരേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിനയാന്വിതനായിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ കരീം. ആദരണീയരായ സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദുൽ ഹിജ്ജയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും പല വൈജ്ഞാനിക ചർച്ചകൾ കൂടി ഈ ഒരു സന്ദർഭത്തിൽ കടന്നു വരാറുണ്ട്. ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട, ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട, യൗമ അറഫയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കടന്നു വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു പണ്ഡിതനോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹി ഖാരിജൽ ബലദ് ഔ നഖലിഹാ ബഅദ ദബിഹിഹാ, അഥവാ നമ്മൾ അറുത്തതിന് ശേഷം മറ്റ് പലതിലേക്ക് അത് കൊടുത്തയക്കുക എന്നുള്ളത് എന്താണ് അതിൻ്റെ ഒരു വിധി എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിച്ച സമയത്ത് ഒരു പറയുകയാണ്, അൽ അസ്ലു ഹുവ അന്നൽ അല്ലാഹി ലാ തുൻഖലു മിനൽ ബലദിൽ മൽഹി, അഥവാ അടിസ്ഥാനം എന്നുള്ളത്, ഇസ്ലാമിലെ അടിസ്ഥാന തത്വം എന്നുള്ളത് എവിടെ നിന്നാണോ അറക്കപ്പെട്ടത് ആ അറക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് മറ്റൊരു ബലദിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുക, അയക്കപ്പെടുക എന്നുള്ളത് അത് അടിസ്ഥാനത്തിനെതിരാണ് എന്നുള്ളതാണ്. വ ഇന്നമാ തൂസഉ അലാ ഫുഖറാഇ ബലദിഹി, എവിടെയാണോ അറവ് നടന്നത് ആ നാട്ടിലെ ഫഖീരീങ്ങളെയാണ് ഒന്നാമതായിക്കൊണ്ട് പരിഗണിക്കേണ്ടത്, അവിടെയാണ് ഒന്നാമതായിക്കൊണ്ട് ഇതൊക്കെ വീതം വെക്കപ്പെടേണ്ടത്. ഇനി അതിന് തുടർച്ചയായിക്കൊണ്ട് പറയാം, ഇന്നഹു ലാ യജൂസു നഖലുഹ, അനുവദനീയമല്ല നഖൽ കൊടുത്തയക്കുക എന്നുള്ളത്. എന്നാൽ ഒരു നാട്, ഇപ്പോൾ അറക്കപ്പെടുന്ന നാട്ടിൽ ഫഖീരീങ്ങളൊന്നുമില്ല, വളരെ കുറവാണ് എന്നൊക്കെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്താകാം, മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്തയക്കാം എന്നുള്ളതാണ് ഈ വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് പറയാനുള്ള കാരണം ചിലതൊക്കെ ആവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദനീയമായി പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഓവറാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ചില ട്രെൻഡായി മാറിയിട്ടുണ്ട് മറ്റ് പല സ്ഥലത്തേക്കും കൊടുത്തയക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമാണെങ്കിൽ, അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഫക്കീര്യങ്ങളൊന്നും ഇല്ല, ഇപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞതുപോലെ ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നുമില്ല എന്ന ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് മറ്റൊരിടത്തേക്ക് കൊടുത്തയക്കേണ്ടത്. അപ്പോൾ ഒന്നും നമ്മൾ ഓവറാവരുത്. അഥവാ ശരിക്കും ഒരു ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു സഹായിക്കലല്ല, അവിടെ ഒന്നും ഇല്ലാലോ എന്നൊക്കെ ചിന്തിക്കലൊക്കെ ശരിയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നുള്ളത് എവിടെയാണോ അറക്കപ്പെട്ടത് അവിടെയുള്ള ഫഖീരീങ്ങളെ, അവിടെയുള്ള മിസ്കീനുകളെ ഒന്നാമതായി പരിഗണിക്കുക. ഇവിടെ ഉള്ളവരൊക്കെ പരിഗണിക്കാതെ അവിടെ പോയി കൊടുക്കുക എന്നുള്ളത് വലിയ സഹായമൊന്നുമല്ല, അത് വലിയ മുന്തിയ ഒരു കർമ്മമായി നമ്മൾ ധരിക്കരുത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ 3 ആയിക്കൊണ്ട് ഒരു ഉരുവിനെ അറുത്ത് കഴിഞ്ഞാൽ 3 ആയിക്കൊണ്ട് അതിനെ വിഭജിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അഥവാ 3-1 ആരാണോ അറുത്തത് അവൻ ഭക്ഷിക്കുക, ബാക്കി 2 ഭാഗമുണ്ട്, അതിലൊന്ന് കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ, അഖരിബായിനും കൂട്ടുകാർക്കും ഉറ്റമിത്രങ്ങൾക്കൊക്കെ കൊടുക്കുക, 3ാമത്തെ ഭാഗം സ്വതക്ക ചെയ്യുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അറുക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച രീതി എന്നുള്ളത്. 3 ആയി തിരിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് നമുക്ക്, അഥവാ ആരാണോ അറുത്തത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റൊന്ന് സ്വന്തം കുടുംബക്കാർക്ക്, കൂട്ടുകാർക്ക്, അടുത്ത ബന്ധുമിത്രാദികൾ,
മൂന്നാമത്തതൊന്ന് സ്വതക്കയായിക്കൊണ്ട് കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചു എന്നുള്ളത്. ആ സ്വതക്കയിൽ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതില്ലാത്തൊരവസരത്തിൽ മാത്രമാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കും. രണ്ടാമത്തെ യൗമു അറഫയുമായി ബന്ധപ്പെട്ട ഇഷ്കാലാണ്. അഥവാ നമ്മുടെ നാട്ടിൽ മറ്റു സ്ഥലത്തൊക്കെ ഒരു സംശയമാണ് ആളുകൾക്ക്, അറഫ നോമ്പ് എപ്പോൾ എടുക്കണം. അപ്പോൾ ഒരു വിഭാഗം പറയും അറഫ നോമ്പ് എപ്പോഴാണോ നമ്മുടെ നാട്ടിൽ അറഫ ആയി കണക്കാക്കപ്പെടുന്നത്, നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ ദുൽഹിജ്ജ് 9 അപ്പോഴാണ് നമ്മൾ അറഫ നോമ്പ് എടുക്കേണ്ടതെന്ന് ഒരു വിഭാഗം പറയും. മറ്റൊരു വിഭാഗം പറയുന്നത് അല്ല, മക്കയിൽ ഹജ്ജിന്റെ സ്ഥലത്ത് അഥവാ മക്കയിൽ എപ്പോഴാണോ അറഫാ ദിനം അന്നാണ് നമ്മൾ അറഫ നോമ്പ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ 2-3 ചർച്ചകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ 2 വിഭാഗം ആവുമ്പോൾ ഈ 2 വിഭാഗത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ 2 വിഭാഗത്തിലുള്ളത് മൊത്തം അറിവില്ലാത്ത ആൾക്കാർക്ക്, അഥവാ പഠിച്ചിട്ടൊന്നല്ല നിലപാട് സ്വീകരിക്കുന്നത്. അതിനെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അഥവാ 2 നിലപാടെടുത്തത് പലരും നിലപാടെടുക്കുന്ന അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ, എങ്ങനെ ഒരു വകുത് പോയി കേൾക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അത് കേട്ടാൽ ഒരു രസം തോന്നും, ഒരു മൊഞ്ചു തോന്നും, അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ നിലപാടെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പലരും പറയുമ്പോൾ യൗമു അറഫ, അറഫ എന്നുള്ള, ഇപ്പൊ അറഫ എന്ന് പറഞ്ഞ ശരിക്കും ഹജ്ജിന്റെ ആയി ബന്ധപ്പെട്ട ഒരു കർമ്മല്ലേ, അപ്പൊ അറഫ എന്നുള്ളത് അവിടെ അറഫ ഉള്ളപ്പല്ലേ നമ്മൾ ഇവിടെയും നോമ്പെടുക്കേണ്ടി എന്നൊക്കെ ആ പേര് വെച്ചിട്ടൊക്കെ നമ്മൾ കിയാസാക്കി പലരും അങ്ങനെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒറ്റ വാദം കേൾക്കുമ്പോഴത്തേക്കും അത് ശരിയാണല്ലോ എന്നൊരു നിലപാടുണ്ട് പല ആൾക്കാർ. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മളെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും ഹവൻ നഫ്സ് എന്ന് പറയും, നമുക്ക് ഓരോരുത്തർക്കും തോന്നിയ സ്വീകരിക്കാൻ അതിന് അധികാരമില്ല ഇസ്ലാമിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പായതിനെ മാത്രം സ്വീകരിക്കുക. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ വരുമ്പോൾ, വൈജ്ഞാനിക ചർച്ചകൾ വരുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് മലയാളത്തിലും അറബിയിലൊക്കെ ആയിട്ട് ഒരുപാട് ദർസുകളും ക്ലാസ്സുകളുടെ മുഴുവനായി നമ്മൾ കേൾക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ശരിയായതിനോട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കേട്ടാൽ അതപ്പോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചുകൂടി ശരിയായി തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് എടുക്കുക എന്നുള്ള നിലപാട് അത് രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ കുടുംബത്തിലോ പറ്റുമെന്നുള്ളത്, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിലപാടെടുക്കൽ ഹറാമാണ്, പാടില്ല എന്ന് മനസ്സിലാക്കുക. എടി നമ്മൾ എടുത്ത നിലപാട് ശരിയാണെന്ന് വിചാരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാല്, നമ്മളൊരു കാര്യം വെറുതെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു വെറുതെ ഒരു ഇജ്തിഹാദ് നടത്തി, ഒരു ചെറിയൊരു പഠനം നടത്തി, കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, ചെറുങ്ങനെ പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു നിലപാടെടുത്തിട്ട് ആ നിലപാട് ശരിയാണെങ്കിൽ പോലും നമുക്ക് കുറ്റം കിട്ടുന്നതാണ്. കാരണം എന്താ പറയുക, പഠിച്ചില്ല എന്നുള്ള കാരണത്താൽ. ശരി, ആ എടുത്ത നിലപാട് ശരിയാണെങ്കിലും പഠിച്ചില്ല എന്ന കാരണത്താൽ, വെറുതെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയില്ല. കൃത്യമായി വൈജ്ഞാനികമായി പഠിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം നിലപാടെടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഒറ്റ കേൾവിയിൽ തോന്നുന്നു സ്വീകരിക്കാൻ ഇസ്ലാം നമ്മളെ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമതൊന്ന് പറയാനുള്ളത്, യൗമു അറഫ എന്നുള്ളത് അറഫ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. അഥവാ അറഫ നോമ്പ് നമ്മൾ പറയുമ്പോൾ അത് അവിടുത്തെ അറഫയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അറഫക്ക് അറഫ നോമ്പ് പേര് കിട്ടിയത് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതങ്ങനല്ല. ഇപ്പൊ ആശൂറ എന്നുള്ള നോമ്പുണ്ടല്ലോ, ആശൂറ എന്നുള്ള പേര് കിട്ടാൻ കാരണം അത് 10 കൊണ്ടാണ്. അതേപോലെ ദുൽഹിജ്ജ് 9 പേരാണ് അറഫ നോമ്പ് എന്നുള്ളത്. അത് ആ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചത് അറഫ നോമ്പ് എന്നുള്ളത് ദുൽഹിജ്ജ് 9 അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാണ്ട് റസൂൽ അങ്ങനെ ദുൽഹിജ്ജ് 9 നോക്കാന്ന് പറഞ്ഞു, അറഫ നോമ്പ് ദുൽഹിജ്ജ് 9 നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താക്കണം, അങ്ങനെ ഒരു ഹദീസ് നിലയിലേക്ക് വെറുതെ നമ്മൾ എന്താക്കും, സാധാരണക്കാരെ നമ്മൾ അത് അറഫ എന്ന് പറഞ്ഞ പേര് അങ്ങോട്ടല്ല പോകേണ്ടി, അപ്പൊ അവിടെ നോക്കിയിട്ടല്ല നമ്മളൊക്കെ ഹജ്ജ് ചെയ്യേണ്ടി, ഉംറ ചെയ്യേണ്ടി, അല്ലെ നോമ്പെടുക്കേണ്ടി, അങ്ങനത്തെ കിയാസുകൾ പഠന വിധേയമാക്കാതെ അതിന് പിന്നാലെ പോകുന്ന ഒരു പ്രവണത നമ്മളാരും കാണിക്കരുത്. നമ്മളൊക്കെ അടിസ്ഥാനപരമായ മനസ്സിൽ നമ്മളൊക്കെ അറിവില്ലാത്ത ആളുകളാണ്. ആ അറിവില്ലാത്തത് വെറുതെ അംഗീകരിച്ചാൽ പോരാ, ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം, സംസാരത്തിൽ വേണം. ആ സംസാരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചില സദസ്സിലും ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, സാധാരണക്കാരായ ഒന്നും പഠിക്കാത്ത ആളുകൾ ഇസ്ലാമിനെ ഇങ്ങനെ ചർവണം നടത്തും, ഇങ്ങനെ ചർച്ച ചെയ്യും, അത് ഇങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും. കേട്ടാൽ അപകടം തോന്നുന്ന വളരെ അപകടകരമായ ചർച്ചകൾ. അറിവില്ലാതെ നമുക്ക് ഇസ്ലാമിനെ പറ്റി ചർച്ച ചെയ്യാൻ അധികാരമില്ല. സാധാരണക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിച്ച് അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളാരും എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് ഇസ്ലാമിനെ. ഒരു മസ്അല, പ്രത്യേകിച്ച് ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ മസ്അല എന്നൊക്കെ പറഞ്ഞാൽ വിശാലമാണ്, ഒരു വലിയൊരു വൈജ്ഞാനിക രംഗമാണ്. അതുകൊണ്ട് നമ്മുടെ തുച്ഛമായ അറിവ് വെച്ച് നമ്മൾ അതിനെ അളന്ന് നമ്മളൊരു നിലപാടെടുക്കുന്ന രീതി വരരുത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു നുഖ്ത,
ഇൽമു എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ശരിക്കും. ആ പുള്ളിയെ ഒരുപാട് പുള്ളികളാക്കി മാറ്റിയത് കഫറഹു അൽ ജാഹിലൂൻ, അറിവില്ലാത്ത ജാഹിലീങ്ങളാണ് പല വിജ്ഞാന വിഷയങ്ങളെയും ഒരുപാട് അധികരിപ്പിച്ചത് എന്നാ പറഞ്ഞു. ശരിക്കും വളരെ സിമ്പിളായ കാര്യങ്ങളെ അറിവില്ലാത്ത പലരും ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ ഭയങ്കര ഫിത്തനാക്കി കളഞ്ഞതാണ് എന്നുള്ളതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫത്താനുകളിൽ ഫിത്തനക്കാരിൽ നമ്മളാരും പെടാതിരിക്കുക. ഇസ്ലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ നിലപാടെടുക്കുമ്പോൾ പേടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നിലപാടെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈദുൽ ഹിജ്ജ തീരുന്നതിന് മുമ്പായിക്കൊണ്ട് ധാരാളം തക്ബീർ ചെല്ലുന്ന അങ്ങനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തൗഫീഖ് നൽകിയ ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദുൽ ഹിജ്ജ അവസാനം 13 കഴിയുമ്പോഴത്തേക്ക് ധാരാളമായി കൊണ്ട് തക്ബീർ ചെല്ലിയ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്കൊക്കെ റബ്ബ് കരിഞ്ഞരുളി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബായ ശിക്ഷയായ നരകത്തെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.